നമസ്കാരം. സംഘികളെ, പിണറായി വിജയൻ ഇന്നിപ്പോ നിയമസഭയിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇ.ഡി. അങ്ങോട്ട് ചെന്നതിന് ശേഷം പിണറായി എന്തോ വിരണ്ടുപോയി, പേടിച്ചു പോയി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇരുന്ന് താളം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ട് കണ്ണൂർ നോക്കി. ഇന്നിപ്പോ പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്കാണ് പിണറായി ഈ സഭാ സമ്മേളനത്തിൽ എത്തിയതിനു ശേഷം നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നിയമസഭയിലെ ഔദ്യോഗിക വാർത്താ സമ്മേളനം നടത്തുന്ന മുറിയിൽ മാധ്യമങ്ങളെ കണ്ടു. നയപ്രഖ്യാപന പ്രസംഗത്തിലെ വിമർശനങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ഇതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ 248 അക്കൗണ്ട് 18 കോടി എന്നൊക്കെ ഇരുന്ന് അടിച്ചു വിടുന്ന പെരുന്നോണ അതങ്ങ് വിട്ടോടനെ പിണറായി വിജയനും കുടുംബവും എല്ലാം കൂടെ പേടിച്ച് ചുരുണ്ടെന്ന് ആശ്വസിച്ചാണ് സംഘികളിരിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയും ശരീരഭാഷയും പ്രതികരിക്കുമ്പോൾ ചിരിച്ച് പൂച്ഛിച്ചുകൊണ്ടുള്ള മറുപടി കാണുമ്പോൾ നിന്റെയൊക്കെ ഇ.ഡി. എന്ന് പറഞ്ഞാൽ അതൊക്കെ പിണറായിയുടെ രോമത്തിൽ തൊടാൻ കുറച്ചുകൂടി മൂക്കാനുണ്ട് എന്നൊരു ഉത്തരം കൂടി അതിലുണ്ട്. ഏത് ബാങ്ക് അക്കൗണ്ട് ഈ നിങ്ങൾ ചിലർ പറയുന്നത് പോലെ ഈ എത്രയോ കൂടുതൽ നമ്പർ പറയുന്നില്ലേ? ആ നമ്പറൊന്നും വീണയുടേതല്ല. വീണയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് അവർ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത് ശരിയാണ്. ഒരു അക്കൗണ്ടാണത്. അത് വസ്തുതയാണ്. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. എന്നോടൊന്നും ചോദിക്കുന്ന കണ്ടില്ല. ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അല്ല, നമ്മുടെ എല്ലാ ആൾക്കാരും അവിടെ നിന്നുകൊണ്ട് കാര്യങ്ങൾ സമാധാനപരമായിട്ട് നീക്കാൻ നോക്കിയതാണല്ലോ. എല്ലാവരും കണ്ടതാണല്ലോ. എന്താണ് പൊതു സമീപനമെന്ന് അതിലൂടെ വ്യക്തമാണല്ലോ. അത്ര ശാന്തമായിട്ടാണ് ആളുകൾ ഇരുന്നത്. എല്ലാ സ്ഥലത്തും ആളുകൾ ശാന്തമായിട്ടാണല്ലോ പ്രതികരിച്ചത്. അതാ നിരക്കേ ഉള്ളൂ അതിന്. ശരി, കേട്ടല്ലോ. പേടിച്ചു വരണ്ടിരിക്കുകയാണ്. എനിക്ക് പോടെ ഇ.ഡി. ഒറ്റ ചക്രവർത്തി വിടുന്നതാണ്. ഇത് വിട്ടുകഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. ഇതൊക്കെ ചെന്നിരുന്ന് വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരുന്ന് നിങ്ങൾക്ക് ആശ്വസിക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ആരിഫ് മുഹമ്മദ് ഖാൻ നമ്മുടെ നാട്ടിൽ ഗവർണർ ആയിരുന്ന സമയത്ത് SFI വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ വാഹനം ഇതുപോലെ തടഞ്ഞിരുന്നു. അതിൽ ചെറിയ എന്തോ കേടുപാടുകൾ സംഭവിച്ചു. അന്ന് ഇതുപോലെ തീഹാർ ജയിൽ ഗവർണറെയാണ് തൊട്ടിരിക്കുന്നത്. ഇനി രക്ഷയില്ല. ആ പിള്ളേർക്ക് ജാമ്യം കിട്ടി പുറത്തു പോയില്ലേ? അവരിപ്പോ ഈ നാട്ടിൽ ജീവിക്കല്ലേ? ഇവർ പറയുന്ന പോലെ അങ്ങ് 10 വർഷം 18 വർഷം എണീറ്റൊക്കെ പോയിന്ററ ഇരുന്ന് കുറെ വാചക കസർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്നീ വിവരം വേണം, അല്ലെങ്കിൽ അല്പം ബോധം വേണം. വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്തവന്മാര് ഇതാ ഞങ്ങളുടെ രാജാവാണ്, രാജാവിനെ തൊട്ട പഴയ കാലഘട്ടത്തിൽ അവിടെ കല്ലേ പിളർക്കുന്ന വിധി വരും, തല കൊയ്യും, കൈവെട്ടും കാലുവെട്ടും, ഇങ്ങനെയൊക്കെയാണ് ഈ ഊളന്മാർ ഇപ്പോഴും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. വന്നാൽ അതെന്തിനു വന്നു എന്നും ആ വന്ന വരക്കം കൊണ്ട് ഒന്ന് ചലിപ്പിക്കാൻ പോലും പറ്റിയിട്ടില്ല. ഒരു ചോദ്യം പോലും ചോദിക്കാതെ കുറച്ചു നേരം അവിടെ ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് സമയമെടുത്തതിന് ശേഷം വാർത്ത വന്നാൽ മതിയല്ലോ. അവിടെ എന്തോ സംഭവം നടക്കണം, അതിനകത്ത് നടക്കുന്ന സംഭവങ്ങൾ എന്നുള്ള നിലയ്ക്ക് മാധ്യമങ്ങൾക്ക് ഇഷ്ടം പോലെ കഥ മെനയാം, ഞങ്ങൾക്കിരുന്ന് വായി തോന്നണം അടിച്ചുവിടാം. ഇതിനു വേണ്ടി ഒരു 5 മണിക്കൂർ സമയമെടുത്തു എന്നതിനപ്പുറം ഒരു ചുക്ക് സംഭവിച്ചിട്ടില്ല. ആകെ ഒരു അക്കൗണ്ടിൽ 1.5 ലക്ഷം രൂപ ഉണ്ടായിരുന്നു HDFC ബാങ്കിന്റെ. അത് മരവിപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പിന്നെ ഈ രേഖകൾ പിടിച്ചെടുത്തു. ഇതാണല്ലോ ഇവരുടെ ഒരു വാചകം. ഈ രേഖകൾ എന്താണ്? പാസ്ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നത്. എല്ലാ വീട്ടിൽ ചെന്നാൽ ബാങ്ക് അക്കൗണ്ടുള്ളവരുടെ വീട്ടിൽ ഒരു പാസ്ബുക്ക് കാണും. അതിനെയാണ് രേഖകൾ. ഇങ്ങനെ പറയുമ്പോൾ നാട്ടുകാർക്ക് എന്തെങ്കിലുമൊക്കെ തോന്നണമല്ലോ. ഇമാതിരി ഉടായ്പ പരിപാടിക്കപ്പുറം പിണറായി വിജയൻ എന്ന വ്യക്തി ഇ.ഡി. വന്നതിനെ പുല്ലുവില കൽപ്പിക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഉദ്ദേശം എന്താണെന്ന് രാജ്യത്താകമാനം നടക്കുന്ന ചില ഉദാഹരണങ്ങൾ കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൂടി കേട്ടോളൂ. 2 വാചകം പറയുമ്പോൾ തന്നെ ആ ഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് നിർഭാഗ്യകരമായ ഒരു നിലയാണ് ആ കാര്യത്തിൽ. കാരണം നമ്മുടെ രാജ്യത്തെ BJP ഇതര പാർട്ടികൾക്ക് നേരെ കഠിനമായ നീക്കങ്ങളാണ് എല്ലാ കാലത്തും BJP അധികാരത്തിൽ വന്നതിന് ശേഷം BJP ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനേറ്റവും വൃത്തികെട്ട രൂപത്തിൽ ഉപയോഗിച്ചതാണ് ഇ.ഡി. ഇത് പലർക്ക് നേരെയും ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്ന നിലപാട് അവരെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം അവര് അതിനെതിരെ പ്രതികരിക്കും. മറ്റുള്ളവരുടെ കാര്യത്തിലാകുമ്പോൾ ഏറ്റവും വലിയ ഉദാഹരണം കെജ്രിവാളിന്റെ തന്നെയാണ്. എന്താണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത്? എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത്? പിന്നെ ആ കേസെടുത്തപ്പോ പടക്കം പൊട്ടിക്കല്,
ഇതൊക്കെ നടത്തിയതാണ് ആ പാർട്ടി. അതുകൊണ്ടാണ് ഇപ്പോ ഈ നടപടി വന്നപ്പോ നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട 2 നേതാക്കളെങ്കിലും, ഒന്ന് തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന സ്റ്റാലിൻ, നേരത്തെ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാൾ, അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ച് ഈ ഇവിടുത്തെ റെയ്ഡിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ ആക്ഷേപിക്കുന്നതിനിടയായിരുന്നു. പക്ഷെ ഇതെല്ലാം കണ്ടിട്ടും കോൺഗ്രസിന് വലിയ മാറ്റമൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. അത് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ വസ്തുതകൾക്ക് ചേരാത്ത ഒരു നിലപാടാണ്. കാരണം BJPയുടെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ പരമാവധി യോജിപ്പാണ് വളർത്തിക്കൊണ്ടുവരേണ്ടത്. അതിന് അങ്ങേയറ്റം സങ്കുചിതമായ നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചു പോകുന്നത്. ബാക്കി നമുക്ക് പിന്നീട് പറയാം. അതായിരിക്കും കേട്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ. എന്നിട്ട് സംഘികളോട് പറയാൻ പറ്റുന്ന പോയിട്ട് 4 കൂട്ട ചാണാൻ ചുമക്കണയാണ് ഇതിനേക്കാളും അന്തസ്. ഇരുന്ന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അതുമായി ബന്ധപ്പെട്ട് കാറിൽ തൊട്ടവരെല്ലാം തീഹാർ ജയിലിൽ പോകും, അവിടെ പോകും, മറ്റിടത്ത് പോകുന്നൊക്കെ ഇരുന്ന് വാർത്താളം അടിക്കാതെ മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ. ED എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് പ്രത്യേക നിയമമൊന്നുമില്ല. BNS എന്നും സുപ്രീം കോടതിക്ക് കീഴിൽ വരുന്ന ഒരു സംവിധാനമാണ്. അതിനെതിരെ ഈ നാട്ടിൽ പ്രതിഷേധിക്കാൻ പാടില്ലെന്നോ അതിനെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്നൊന്നും നിയമമില്ല. പ്രതികരിച്ചാൽ ബാക്കിയുള്ള എങ്ങനെയാണോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ സംവിധാനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് അതിന് സമാനമായിട്ടുള്ള ഒരു കേസ് മാത്രമാണ്. അല്ലാതെ തീഹാർ ജയിൽ, യുവമാർക്ക് ആരാണ് ഈ തീഹാർ ജയിൽ എന്ന് പറഞ്ഞു കൊടുത്തതെന്ന് അറിയാൻ വയ്യ. അല്ലെങ്കിൽ ഡൽഹി കേസിന് പോകണം. ആ ആരിഫ് മുഹമ്മദ് ഖാന്റെ വണ്ടി തടഞ്ഞ ഏതെങ്കിലും മനുഷ്യർക്ക് അങ്ങ് ഡൽഹിയിൽ പോകേണ്ടി വന്നിട്ടുണ്ടോ? ഇതൊക്കെ യവന്മാരുടെ വെറും പൊട്ടത്തരവും വിടുവായത്തരവും വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ഇരുന്ന് തട്ടിവിടുന്ന ബെഡായികൾക്കപ്പുറം ഒരു ചുക്കുമില്ല. സാധാരണഗതിയിലുള്ള കേസ് പോലെ തന്നെ ഒരു വാഹനം തടഞ്ഞു, അതിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ, അതായത് സർക്കാർ ജീവനക്കാരുടെ വഴി തടസ്സപ്പെടുത്തി എന്നുള്ളതാണ്. അതിൽ കൊലക്കുറ്റം എങ്ങനെ? ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചാൽ കൊലക്കുറ്റം ആവോ? അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിഞ്ഞു, ആ കല്ലാണ് അതിലുള്ള ഏക മാരകമായിട്ടുള്ള കാര്യം. കൈവച്ചടിച്ചു പൊട്ടിച്ചു, മുട്ടയെറിഞ്ഞു. ഇതിനപ്പുറത്തേക്ക് തല കൊയ്യാനുള്ള ഒരു ചുക്കുമില്ല. അതായത് EDയുടെ ആ റെയ്ഡ് നാടകവും പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധവും കണ്ടിട്ടും അതിലെ സംഘി വായ്ത്താരികൾ കണ്ടിട്ട് ഇവിടെ ആരും അതിനെ പുല്ല് വില പോലും കൽപ്പിക്കുന്നില്ല. ED ഒരു ചുക്കം ചെയ്യാൻ പോകുന്നില്ല. സാധാരണഗതിയിൽ എന്താണോ ഒരു വാഹനം തകർത്തത് അതിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു എന്നതിനപ്പുറം ഇവർ പറയുന്ന പച്ച നുണകളൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഈ നാട്ടിലുള്ള മുഴുവൻ മനുഷ്യരും ചാണകങ്ങളല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അതിന്റെ ഒരു തെളിവ് കൂടിയാണ് പിണറായി വിജയൻ എന്ന വ്യക്തി ചിരിച്ച് പുച്ഛിച്ചുകൊണ്ട് ആ റെയ്ഡിനെ കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിച്ചത്.